അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട ഇസ്മായിൽ മദനി ഉസ്താദ് രചിച്ച ഖുതുബുൽ ആലം സി.എം. വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളുടെ മനാഖിബ് പ്രതിപാദിക്കുന്ന മൗലിദുൻ നൂറിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വന്നത്. ഒന്നാം ഗദ്യഭാഗത്തിൻ്റെ അവസാന ഭാഗത്ത് അടിവരയിട്ട് പറയേണ്ട ഒരു വാക്യം ഇസ്മായിൽ മദനി ഉസ്താദ് ചേർത്ത് വെച്ചിട്ടുണ്ട്. ഔലിയാക്കളെക്കുറിച്ച് പറഞ്ഞിട്ട് വ ഫലായിലുഹും കസീറ വ മനാഖിബുഹും ഗസീറ, ഔലിയാക്കളുടെ മഹത്വങ്ങൾ ധാരാളമുണ്ട്. ലാ യഖ്ദുറു മിസ്ലി അലാ ഇഹ്സാഇഹ, എന്നെപ്പോലെയുള്ള ആളുകൾക്ക്, ഇൽമു കുറഞ്ഞവർക്ക് ഇത്തരം സംഗതികൾ, അത്തരം മനാഖിബുകൾ, ഔലിയാക്കളുടെ മഹത്വങ്ങൾ പൂർണ്ണമായി ക്ലിപ്തമാക്കിയിട്ട് അത് സമൂഹത്തിലേക്ക് അവതരിപ്പിക്കാൻ സാധിച്ചു കൊള്ളണം എന്നില്ല. അത് മഹാനവറുകളുടെ വിനയത്തിൻ്റെ സംസാരമാണ്. ജീവിതകാലത്ത് വഫാത്ത് വരെ ദർസ് നടത്തുകയും ആ ദർസ് വരെ മുടങ്ങിപ്പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് മഹാനവറുകൾക്ക് സിഹർ ബാധിക്കുകയും ചെയ്തു. ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, സിഹർ ബാധിച്ചത് കാരണത്താൽ ദർസ് വരെ മുടങ്ങുന്ന ഒരു സാഹചര്യമുണ്ടായി. അങ്ങനെയാണ് ഈ മൗലിദിൻ്റെ രചന നിർവഹിച്ചത് എന്ന്. മഹാനവറുകൾ ജീവിതകാലത്ത് വളരെ വിനയത്തോടെ, താഴ്മയോടെ ജീവിച്ചു. അങ്ങനെ ജീവിച്ചപ്പോൾ മഹാനവറുകൾക്ക് ഇത്തരം ദീനീ ഖിദ്മത്തുകൾ ചെയ്യാൻ വലിയ സൗഭാഗ്യമുണ്ടായി. അള്ളാഹു അവരെയും നമ്മളെയൊക്കെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിപ്പിക്കട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. പദ്യഭാഗത്തേക്ക് വരുമ്പോൾ എല്ലാ വരികളും വിശാലമായി പ്രതിപാദിക്കാനുള്ള സമയം നമ്മൾക്കില്ല. പദ്യഭാഗത്തേക്ക് വരുമ്പോൾ അതിന് ആദ്യ ഭാഗത്ത് തന്നെ റളിയല്ലാഹു അനിൽ മടവൂരി റളിയല്ലാഹു അനിൽ മഷ്ഹൂരി, മഹാനായ ഖുതുബുൽ ആലം സി.എം. വലിയുല്ലാഹിയെ അവിടുത്തേക്ക് തർലിയത്ത് ചൊല്ലുകയാണ് ഇതിൻ്റെ ലക്ഷ്യം. ചില കോപ്പികളിൽ വേറെ ചില രൂപങ്ങളിൽ കാണുന്നുണ്ട്. റളിയല്ലാഹു അനിൽ മഷ്ഹൂരി എന്നതിന് റളിയല്ലാഹു അൻ സിർരിന്നൂരി, അൻ ഐനിന്നൂരി, ഇങ്ങനെയൊക്കെ കാണുന്നുണ്ട്. മഹാന്മാരുടെ പേര് കേൾക്കുമ്പോൾ അവർക്ക് തർലിയത്ത് ചൊല്ലൽ സുന്നത്താണ് എന്ന് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി ഷർഹുൽ മുഹദ്ദബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് പദ്യഭാഗത്തേക്ക് പ്രവേശിക്കുമ്പോൾ ആദ്യമുള്ളത് ഒരു ജവാബാണ്. അത് മൗലിദിൻ്റെ ശൈലി അങ്ങനെയാണല്ലോ. മൗലിദുകളിൽ പദ്യഭാഗം തുടങ്ങുന്നതിന് മുമ്പ് ആ ഓരോ വരികൾക്കിടയിൽ ചൊല്ലാൻ ഒരു ജവാബുണ്ടാകും. ആ ജവാബ് സലാത്തും വ തസ്ലീമും വ അസ്കാ തഹിയതി അലൽ മുസ്തഫൽ മുഖ്താരി ഖൈറിൽ ബരിയതി, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുള്ള സലാമാണ് ആ ജവാബ്. സാധാരണ അങ്ങനെയാണ് ജവാബായിട്ട് കൂടുതൽ മൗലിദുകളിലും നമ്മൾ കണ്ടുവരുന്നത്. എന്നിട്ട് മഹാനവറുകൾ ഈ വരികളിൽ ആദ്യത്തെ പദ്യഭാഗത്തിൽ മഹാനായ ഇസ്മായിൽ മദനി ഉസ്താദ് അവറുകൾ മഹാനായ ഖുതുബുൽ ആലം ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളെ പരിചയപ്പെടുത്തുന്നുണ്ട്. വസയ്യന റബ്ബി ഫീ യദിൻ മിൻ ഖുറൂനിനാ ബിശൈഖിൻ അറൂസിൻ ബൈന അഹ്ലിൽ ഹിമായതി, അല്ലാഹു തആല നമ്മൾക്കിതാ ഈ നൂറ്റാണ്ടിലേക്ക് ശൈഖുന ഖുതുബുൽ ആലം സി.എം. വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളെ കൊണ്ട് ഈ നാടിനെ അലങ്കരിച്ചിരിക്കുകയാണ്. നമ്മൾക്ക് റബ്ബിൻ്റെ അനുഗ്രഹമായിട്ട് അല്ലാഹു തആല നൽകിയിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ഇസ്മായിൽ മദനി ഉസ്താദ് അവറുകൾ പാടുന്നത് ഹുവൽ ഖുതുബു സുൽത്താനുൻ സുമാഹു മുഹമ്മദുൻ അബൂബക്രിൽ മശ്ഹൂരി മിൻ ദൂനി റൈബതി, മഹാനായ ഖുതുബുൽ ആലം സി.എം. വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകൾ മുഹമ്മദ് അബൂബക്കർ എന്ന നാമത്തിൽ അറിയപ്പെട്ട പ്രശസ്തനായ മഹാനായ ഖുതുബുൽ ആലം സി.എം. വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. എന്തുകൊണ്ടാണ് മുഹമ്മദ് അബൂബക്കർ
എന്ന പേര് ഷെയ്ഖുനാക്ക് ലഭിച്ചത്, അതും മദനി ഉസ്താദ് വരുന്ന ഗദ്യഭാഗത്ത് ഹിക്കായത്തുകളിൽ ആ ഭാഗം പ്രത്യേകമായി എടുത്തു പറയുന്നുണ്ട്. അവിടുത്തെ പിതാവിൻ്റെ ഷെയ്ഖായ ഞണ്ടാടി ഷെയ്ഖിൻ്റെ സമീപത്ത് ചെല്ലുകയും ആ ഷെയ്ഖ് അവർകൾ തൻ്റെ പേര് തന്നെ നിങ്ങളെ കുഞ്ഞിന് നൽകണം എന്ന് പറയുകയും ചെയ്തത് അടിസ്ഥാനത്തിൽ മഹാനായ CM വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകൾക്ക് അവിടുത്തെ പിതാവ് മുഹമ്മദ് അബൂബക്കർ എന്ന പേരു നൽകി എന്നൊക്കെ മഹാനായ ഉസ്താദ് അവറുകൾ തന്നെ ഗദ്യഭാഗങ്ങളിൽ ചേർക്കുന്നുണ്ട്. വഹീദുൻ ഫരീദുൻ ലാ യുവാഫീഖു മിസ്ലുഹു വലിയുൻ ജലീലുൻ ശൈഖു കുല്ലി ത്വരീഖതി. സമകാലത്ത് കാലങ്ങളിൽ അതുപോലെ ഒരു ഷെയ്ഖുന, ഒരു വലിയനെ വേറെ കണ്ടിട്ടില്ല. അനുപമമുള്ള, മഹാനവറുകളോട് സാമ്യമുള്ള, കറാമത്തിൻ്റെ കാര്യത്തിലാകട്ടെ ഇബാദത്തിൻ്റെ വിഷയത്തിലാകട്ടെ, അങ്ങനെ അള്ളാഹുവുമായിട്ടുള്ള സാമീപ്യത്തിൻ്റെ കാര്യത്തിലാവട്ടെ, സമകാലികരിൽ അങ്ങനെ ഒരു വിലായത്തിൻ്റെ ഉടമ വേറെ ഒരാളെയും കണ്ടതായിട്ട് ഇല്ല എന്ന് മഹാനായ ഇസ്മായിൽ മദനി ഉസ്താദ് അവറുകൾ മൗലിദിലൂടെ സമർത്ഥിക്കുകയാണ്. മഹാനവറുകൾ ഷെയ്ഖുന ഖുതുബുൽ ആലം CM വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളുടെ ഹയാത്ത് കാലത്ത് നാടുകളിലുള്ള ജനങ്ങളെല്ലാം എല്ലാ പ്രശ്നത്തിനും പരിഹാരം കണ്ടിരുന്നത് മടവൂരിലാണ്, അഥവാ ഷെയ്ഖുനായയാണ്. രോഗമുള്ളവർ ചെല്ലും, പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ, കടമുള്ളവർ, മക്കളില്ലാത്തവർ, മക്കളെ കെട്ടിക്കാനായവർ, അതിലുപരി പാപങ്ങൾ ചെയ്യുന്നവർ, ജീവിതത്തിലെ ദുർബല സമയങ്ങളിൽ എന്തെങ്കിലുമൊക്കെ അബദ്ധങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചു പോകുന്ന ആളുകൾ, അവരൊക്കെയും ഷെയ്ഖുനായുടെ സമീപത്ത് വന്നിട്ട് പറയും, ഞങ്ങളെ നന്നാക്കിത്തരണം, ഇന്നാലിന്ന പാപങ്ങൾ ചെയ്തു പോകുന്നുണ്ട്. അതാണ് വിലായത്തിൻ്റെ മർത്തബകൾ അലങ്കരിച്ച ആളുകളുടെ പ്രധാനപ്പെട്ട ദൗത്യവും. മറ്റുള്ളവർക്ക് ആ വെളിച്ചം നൽകാനാണ് അവർ ശ്രമിച്ചത്. അതാണ് അവർ എടുത്ത ഏറ്റവും വലിയ ദൗത്യവും. അതാണ് തൗഹീദിൻ്റെ, ഇലാഹിയത്തിൻ്റെ, അള്ളാഹുവിൻ്റെ ആ പ്രഭാവം മറ്റുള്ളവരിലേക്ക് കൈമാറ്റം ചെയ്യാൻ ആവശ്യമായ പ്രബോധന പ്രവർത്തനങ്ങൾ, അതാണ് അവർ നടത്തിയിട്ടുള്ളത്. ആ പണിയാണ് ഷെയ്ഖുന അവർകൾ തൻ്റെ ഹയാത്ത് കാലത്ത് ദർസ് നടത്തിയതിലൂടെ, വഅദ് പറഞ്ഞതിലൂടെ, മറ്റ് സാരോപദേശങ്ങൾ ആളുകൾക്ക് നൽകിയതിലൂടെ മഹാനവറുകൾ ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ ജീവിതം പൂർണ്ണമായി ഇലാഹി സ്മരണയിലായി അള്ളാഹുവിനോട് സാമീപ്യം പുലർത്താൻ ആവശ്യമായ കർമ്മങ്ങളിലായി മഹാനവറുകൾ ജീവിച്ചപ്പോൾ വഫാത്തിന് ശേഷവും മടവൂരിലേക്ക് ഏതെല്ലാം ആളുകളാണ് ചെല്ലുന്നത്? അവരുടെ പ്രശ്നപരിഹാരത്തിന്, അവരുടെ സങ്കടങ്ങൾ പറയാൻ വേണ്ടി. തെറ്റ് ചെയ്യുന്നവർ അവിടുത്തെ മുൻനിർത്തിയിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ വേണ്ടി ആ മടവൂരിലെത്തുന്നു. അവർ മഹാനായ ഷെയ്ഖുന കറാമത്തിലൂടെ തന്നെ പല കാര്യങ്ങൾക്കും പരിഹാരം നൽകുന്നു. ജീവിച്ചിരിക്കുന്ന തെളിവുകൾ, അനുഭവസ്ഥർ, ഷെയ്ഖുനയിൽ നിന്ന് കറാമത്ത് നേരിട്ടനുഭവിച്ചവരും വഫാത്തിന് ശേഷം അനുഭവിച്ചവരും ധാരാളമുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഷെയ്ഖുനായുടെ മദദും ഹിമായത്തും തർബിയത്തും നമ്മൾക്കും കുടുംബത്തിനും നൽകി അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.